Hello everyone, എൻ്റെ പേര് രാജലക്ഷ്മി. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകർ റീഡിംഗ് കാണുമ്പോൾ ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ സ്വന്തം സറൗണ്ടിങ്ങിൽ ഒരു വൈറ്റ് ലൈറ്റ് എനർജി സറൗണ്ട് ചെയ്യുന്നതായി സങ്കല്പിക്കുക. ഓക്കെ, why this is being done? So that റീഡിങ്സിൽ വരുന്ന ഏതെങ്കിലും നെഗറ്റിവിറ്റി, ദാറ്റ് ഈസ് പ്രേക്ഷകർ അറ്റാച്ച് ആകുന്ന ഏതെങ്കിലും ഒരു കാര്യം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി പ്രേക്ഷകരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ലെറ്റ് സീ എന്താണ് ഇന്നത്തെ ദിവസം ഗൈഡ്സ് ആൻഡ് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ടേക്ക് ദിസ് കാർഡ്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആൻഡ് സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഏറെ കമൻറ്റ്സ് വരാറുണ്ട്, ക്രിസ്റ്റൽസ് ബുക്ക് ചെയ്യണം, നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, 2 നമ്പേഴ്സും അവൈലബിൾ ആണ്, മെസ്സേജ് ചെയ്യുക. ഓക്കെ, വെനെവർ ടീം ഫ്രീ ആകുന്നു ഓർ പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിനുള്ള ക്വയറീസ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ എപ്പോൾ ഫ്രീ ആകുന്നോ അന്നേരം മെസ്സേജ് നൽകുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സി എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്. സോ ഇൻറ്റൻഷൻ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, വിച്ച് ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ യു ഹിയർ. ലെറ്റ് സി എന്താണ് വരുന്നത്. So 2 of Wands, 2 of Swords, Strength, the Sun, Temperance, King of Pentacles. So intention was about പ്രേക്ഷകർ അനുഭവിച്ച ഒരു ഇമോഷണൽ ഡിസ്ട്രെസ്. ഓക്കെ, അതിൽ പ്രേക്ഷകർക്ക് എന്ത് ജസ്റ്റിസ് ആണ് ലഭിക്കുന്നത്, ഓക്കെ, എന്ത് ന്യായം ആണ് ലഭിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം, ഇൻറ്റൻഷൻ വെച്ചിരുന്നത്. സോ ഇവിടെ വരുന്നത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ പ്രേക്ഷകർ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ബിക്കോസ് ഓഫ് ദ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിങ്ങളത് ചെയ്തിട്ടില്ല. ഓക്കെ, മൈറ്റ് ബി പേഴ്സണൽ സിറ്റുവേഷൻ, അതേതുമാകാം, പേഴ്സണൽ സിറ്റുവേഷൻ വിത്ത് യുവർ പാർട്ട്ണർ ഓർ റിലേറ്റീവ്, നിങ്ങളുടെ ജോബ്, കരിയർ, എനിത്തിങ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, പക്ഷെ നിങ്ങൾക്കറിയില്ല എന്ത് ചെയ്യണം എന്നതായിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ, നിങ്ങളുടെ ആ ഇമോഷണൽ ഡിസ്ട്രെസ് നിങ്ങളെ പഠിപ്പിച്ചത് പേഷ്യൻസ് ആണ്, നിങ്ങളെ പഠിപ്പിച്ചത് ധൈര്യം എടുക്കുക എന്നുള്ളതാണ്, നിങ്ങളെ പഠിപ്പിച്ചത് ഏതൊരു കാര്യത്തിനെ നേരിടുക എന്നതാണ്. ബിക്കോസ് ഏറെ പേടി എനിക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, പ്രേക്ഷകരുടെ മനസ്സിലേറെ പേടി, ഒന്നുമില്ലാത്ത പേടി, ദാറ്റ് ഈസ് കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു പേടി തോന്നുക. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ചുറ്റിൽ അല്ലെങ്കിൽ എന്ത് ഇമോഷണൽ ഡിസ്ട്രെസ് ആയിരുന്നു നിങ്ങൾ അനുഭവിച്ചത്, അവിടെ നിങ്ങളെ പേടിപ്പെടുത്താനാണ് ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരാളാണ് നിങ്ങളെ ആ ഒരു ഡിസ്ട്രെസ്സിലേക്ക് കൊണ്ടുപോയെങ്കിൽ ആൾ ആഗ്രഹിച്ചിരുന്നത് നിങ്ങളുടെ മനസ്സിൽ പേടി നിറഞ്ഞിരിക്കണം എന്നതാണ്. ഓക്കെ, സോ ആ ഒരു പേടി, ആ ആൾ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അത് നിങ്ങളുടെ ജീവിതത്തിലേറെ കൊണ്ടുവന്നു. പക്ഷെ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളുടെ ധൈര്യത്തിലേക്കാണ് തിരിച്ചുവിട്ടത്. ഓക്കെ, നിങ്ങളുടെ വിജയം എന്താണ് എന്നത് നിങ്ങൾക്ക് കാട്ടിത്തന്നു. പല പ്രേക്ഷകരും അവരുടെ കുഞ്ഞു നാളിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ ബിലീവ് ദാറ്റ്. നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളാകാം, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്നതുള്ളത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആൻഡ് ആ സ്വപ്നങ്ങളിൽ ആ സ്വപ്നങ്ങളെ നേടാൻ, അതിനെ ജയിക്കാൻ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എനർജി ബാലൻസ് അല്ല. ഓക്കെ, നിങ്ങളുടെ എനർജി ഇപ്പോഴും ബാലൻസ് അല്ല. മൈറ്റ് ബി നിങ്ങളുടെ പഴയകാല ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അനുഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഡു നോട്ട് വറി, അത് പതുക്കെ പതുക്കെ മാറിപ്പോകുന്നതാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി
നിങ്ങൾ ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ആണ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചെന്നത്, ഓക്കെ, നിങ്ങളെല്ലാവരുടെയും താഴെ നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവരോടും വളരെ യുനോ വോട്ട് വി സേ താഴ്മയോട് സംസാരിക്കണം. ദാറ്റ് ഈസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, മറ്റാൾക്കാരാണ് ഇമ്പോർട്ടൻ്റ് എന്ന് യുനോ അനുഭവങ്ങൾ ഉണ്ടാകണം. ആൻഡ് സാമ്പത്തികമായിട്ട് വളരെ മെച്ചമുണ്ടാകരുത് എന്ന് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സ്വത്ത്, ഓക്കെ, നിങ്ങളുടെ സ്വന്തം രാജ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങൾക്ക് അവിടെ അതോറിറ്റി വരിക, ഓക്കെ, ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുക, ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകും. ഈവൻ തോ മറ്റാൾക്കാർക്ക് ആ സപ്പോർട്ട് കാണുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകും. ഓക്കെ, സ്പിരിച്വൽ റെലമിൽ നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് ആൻഡ് ഫിസിക്കൽ റെലമിലും നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു 3 തൊട്ട് 6 മാസത്തിനുള്ളിൽ നിങ്ങളത് അറിയുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ. പ്രേക്ഷകരുടെ ജസ്റ്റിസ് എന്താണ്? 7 ഓഫ് കപ്സ്, ഏറെ ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രേക്ഷകർക്ക് വരുന്നത്. നൈറ്റ് ഓഫ് വാൻസ്, പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. 9 ഓഫ് കപ്സ്, ഓക്കെ, സോ സന്തോഷങ്ങൾ, സമാധാനങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ഓവർ ഇൻഡൽജൻസ് മാത്രം ഉണ്ടാകാതെ സൂക്ഷിക്കുക. 3 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ. ജസ്റ്റിസ് കാർഡ്. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, റൈറ്റ്? എൻ്റെ ഇൻറ്റൻഷൻ ആയിരുന്നു പ്രേക്ഷകർ അനുഭവിച്ച ഇമോഷണൽ ഡിസ്ട്രെസ്സിൽ എന്ത് ജസ്റ്റിസ് ആണ് ലഭിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ജസ്റ്റിസ് കാർഡ് ആണ്. ആര് നിങ്ങളെ വേദനിപ്പിച്ചു, ആര് നിങ്ങളുടെ പേര് ഡീഫെയിം ചെയ്തു, ആര് നിങ്ങളുടെ സ്നേഹത്തെ അവഗണിച്ചു, ആര് നിങ്ങളെ അപമാനിച്ചു, ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വരുന്നത് ജസ്റ്റിസ് ആണ്. ആൻഡ് ഐ ബിലീവ് ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിക്കുന്നവർ ആർക്കേഞ്ചൽ മൈക്കിൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ന്യായം കൊണ്ടുവന്ന് തരുന്നത്. വാ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് എന്ത് ഇൻറ്റൻഷൻ വെക്കുന്നു ആ ഇൻറ്റൻഷൻ്റെ അനുസരിച്ചുള്ള കാർഡ്സ് വരിക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഷുഡ് ഐ ചെക്ക് നൗ. ഓക്കെ, എന്ത് ഇമോഷണൽ ഡിസ്ട്രെസ് ആണ് അതും കൂടി നോക്കാം. ഓക്കെ, സോ ദാറ്റ് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഏത് കാര്യത്തിനാണ് പ്രേക്ഷകർക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത്. എന്ത് ഇമോഷണൽ ഡിസ്ട്രെസ് ആണ് പ്രേക്ഷകർ അനുഭവിച്ചിരുന്നത്? 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 8 ഓഫ് കപ്സ്. ഓക്കെ, ഒറ്റപ്പെടൽ പ്രേക്ഷകർ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഏറെ ആൾക്കാർക്ക് വെളിച്ചമായിട്ടുണ്ട്, സഹായമായിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ പ്രേക്ഷകരെ സഹായിക്കേണ്ട സമയം വന്നപ്പോൾ അവർ നിങ്ങളെ സഹായിച്ചിട്ടില്ല. ഓക്കെ, സോ ഒറ്റപ്പെടൽ ഏറെ ഉണ്ടായിരുന്നു. ഓക്കെ, ദ ഹെർമിറ്റ് കാർഡ്. ചില പ്രേക്ഷകർ ഏറെ പഠിത്തമുണ്ടെങ്കിലും ഏറെ നോളജ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിൽ ഏറെ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളെ വിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ അതിൻ്റെ ഒരു റിവാർഡ് വരാൻ സമ്മതിപ്പിച്ചിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ബ്ലോക്കേജ് വരികയാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് അവരെല്ലാ രീതി കൂടെ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കണം എന്നത് ആഗ്രഹിച്ചിട്ടുണ്ട്. So let's see what else. ചില പ്രേക്ഷകർക്ക് നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ വിവരം, ഓക്കെ, നിങ്ങളൊരു കാര്യത്തിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം നിങ്ങളുടേതല്ല പക്ഷെ അവരുടേതാണ് എന്ന് കാട്ടിയ ചില മെമ്പേഴ്സ് ഉണ്ട് പ്രേക്ഷകരുടെ ലൈഫിൽ. ദ ലവേഴ്സ്, യെസ്, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ,
ദ ചാരിയറ്റ്, നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ വിജയം, നിങ്ങൾ വളരെ അടുത്തായിരുന്നു വിജയത്തിൻ്റെ, പക്ഷേ ആ വിജയത്തിൻ്റെ റൂട്ട് തന്നെ മാറ്റിക്കളഞ്ഞു ചില ആൾക്കാർ. സോ മൈറ്റ് ബി ചില പ്രേക്ഷകർ ബ്ലാക്ക് മാജിക്കിന് ഇരയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്പെൽ ആൻഡ് ഹെക്സസ് നിങ്ങൾക്കെതിരെ ഏറെ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, I want to know about the lovers. Okay, lovers card, please clarify. പ്രേക്ഷകരുടെ ലവ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ദ പേഴ്സൺ തന്നെ ആയിരുന്നോ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ റിലേഷൻഷിപ്പിൽ? ഏസ് ഓഫ് സ്വോർഡ് ആണ് വന്നത്. One more card please. Please clarify. Seven of Pentacles. ഇത് ചില പ്രേക്ഷകർക്ക് മാത്രമേ റെസനേറ്റ് ആകുള്ളൂ. ചില പ്രേക്ഷകർ ഏറെ വെയിറ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഒത്തിരി വെയിറ്റിംഗ് പീരീഡ് കാണിക്കുന്നുണ്ട്. വഴക്കുകൾ കാണിക്കുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ലവർക്കെതിരെ നിങ്ങൾക്ക് മറ്റാൾക്കാരുമായിട്ട് വഴിക്കിടേണ്ടി വന്നിട്ടുണ്ടാകാം, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഏതാൾക്ക് വേണ്ടി നിങ്ങൾ, ബിക്കോസ് സി ലുക്ക് അറ്റ് ഹിയർ, 2 സോഡ്സ് അപ്പിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഏതാൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും സാക്രിഫൈസ് ചെയ്തോ ആ ആളെ തന്നെ നിങ്ങളെ മാറ്റി നിർത്തി, അങ്ങനെയും വരുന്നുണ്ട്. പക്ഷെ ചില പ്രേക്ഷകർക്ക് മാത്രം. ഓക്കെ, out of I feel 10, 7, 7% ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. ക്ലിയർലി വെയിറ്റിംഗ് പീരീഡ് ആണ്. ചില പ്രേക്ഷകരുടെ ലവേഴ്സ് അല്ലെങ്കിൽ സ്പൗസ് പണത്തിന് വേണ്ടി നിങ്ങളെ മാറ്റി വെച്ചിട്ടുണ്ട്. സോ പണം ഇൻ ദ സെൻസ് അവരുടെ കരിയർ ആയിരിക്കാം, അവരുടെ ഫൈനാൻസസ് ആയിരിക്കാം. അതിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വെച്ചിട്ടുണ്ട്. ബിക്കോസ് അവരുടെ മെയിൻ പ്രയോറിറ്റി അവരുടെ ജോലി, അവരുടെ കരിയർ, അവരുടെ ഫൈനാൻസസ്, അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സോ റോങ്. ഓക്കെ, ഫൈൻ. All right, so let's see divine or spiritual realmil ഈ ജസ്റ്റിസിനെ എങ്ങനെയാണ് കാണുന്നത്? സ്പിരിച്വൽ റെലമിൽ ഈ ജസ്റ്റിസിനെ ഇപ്പോൾ പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? എക്സ്പാൻസീവ് ഗ്രോത്ത്, ട്വിൻ ഫ്ലെയിം ഫെസിലിറ്റേറ്റർ. സോ ചില പ്രേക്ഷകർ ഓൾമോസ്റ്റ് 95 to 98% പ്രേക്ഷകർ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്. ഓക്കെ, സോ ഏതൊക്കെ പ്രേക്ഷകർക്കറിയാം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, അവർക്കാണ് ഈ പെർട്ടിക്കുലർ മെസ്സേജ്. ഓക്കെ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദേ ആർ റിയലി റിയലി പ്രൗഡ് ഓഫ് യു. ഓക്കെ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ് ആൻഡ് ദ ഡിവൈൻ വെലം വളരെ ഹാപ്പിയാണ്. ബിക്കോസ് നിങ്ങൾ ആ ഗ്രോത്തിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഗ്രോത്തിലൂടെ പോയിട്ടുണ്ട്. സി, നമ്മുടെ ലൈഫിൽ ഒരു കാര്യം വന്നാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, വെദർ വി വോണ്ട് ടു ഗോ ഫോർ ഇറ്റ് ഓർ ഡിനൈ ഇറ്റ്. ഓക്കെ, പക്ഷേ ഇവിടെ പ്രേക്ഷകർ ഡിനൈ ചെയ്തില്ല. നിങ്ങൾ ആ ഗ്രോത്തിനെ അക്സെപ്റ്റ് ചെയ്തു, അതിൽ വരുന്ന ലെസൺസ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, ആൻഡ് പിന്നെയും എത്ര സ്ട്രഗിൾ വന്നാലും നിങ്ങൾ മൂവിങ് ഫോർവേഡ് തന്നെ പോയിക്കൊണ്ടേയിരുന്നു. ഓക്കെ, ആൻഡ് ദേ ആർ റിയലി റിയലി പ്രൗഡ് ഓഫ് യു. പ്രേക്ഷകർക്ക് ഉടനെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസ് ഓഫ് സ്പിരിച്വാലിറ്റിയിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റും കൂടി കിട്ടുന്നതാണ്. എക്സ്ട്രാ ബെനിഫിറ്റ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് ഉണ്ടെങ്കിൽ, ഓർ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ ഇതുവരെ വിചാരിച്ച അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഏത് രീതിയിലാണ് റിച്വൽസ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത്രയും കൂടി എക്സ്പാൻസീവ്, ഇത്രയും കൂടി ഹൈ ഫ്രീക്വൻസി ഉള്ള എനർജീസുമായിട്ട് നിങ്ങൾ ഇനി വർക്ക് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, വാട്ട് എൽസ്? ലെറ്റ്സ് സീ
moon guidance. So emotional distress and emotions are based upon our moon planet. So നമുക്ക് നോക്കാം എന്താണ് മോണോളജി ഡെക്കിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ്. സി, സോ ദ കോൺട്രറി പാർട്ട്, ഓക്കെ, ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ, ചില മെമ്പേഴ്സിൻ്റെ പേഴ്സൺ നിങ്ങളെ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ആളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിന് വേണ്ടിയിട്ട്, ആ ആളുടെ whatever that person thinks, മെയിൽ ഓർ ഫീമെയിൽ, അവരുടെ ഫൈനാൻസ്, അവരുടെ ഉയർച്ച, അവരുടെ കരിയർ, അതിനു വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തി. പക്ഷെ ഗെസ് വാട്ട്, യൂണിവേഴ്സ് നിങ്ങൾക്കാണ് പ്രോസ്പെരിറ്റി നൽകുന്നത്. സോ നിങ്ങളിൽ പല പ്രേക്ഷകരും നിങ്ങളുടെ സ്വന്തമായ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കാം നിങ്ങളെല്ലാവരും. ഓക്കെ, നിങ്ങൾ സെൽഫായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. ആൻഡ് ഈവൻ തോ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പ്രോസ്പെരിറ്റി നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. പ്രോസ്പെരിറ്റി എന്ന് വെച്ചാൽ പണം മാത്രമല്ല, ഓക്കെ, ലക്ഷറി, സപ്പോർട്ട്, ഓക്കെ, ആൾക്കാരുടെ വിശ്വാസം, ട്രസ്റ്റ്, ഇതൊക്കെ ലക്ഷറിയാണ്, ഇതൊക്കെ പ്രോസ്പെരിറ്റിയാണ്. ഓക്കെ, നിങ്ങളുടെ ഗ്ലോ വർദ്ധിക്കുക, നിങ്ങളുടെ ബോഡി നല്ല ഹെൽത്തി ആകുക, ഓക്കെ, ആൻഡ് ആൾക്കാർക്ക് നിങ്ങളോട് വളരെ ഇഷ്ടം തോന്നുക, ഇതൊക്കെ പ്രോസ്പെരിറ്റിയുടെ ഭാഗമാണ്. ആൻഡ് അതാണ് യൂണിവേഴ്സ് പ്രേക്ഷകർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. സോ ഐ എൻഡ് അപ്പ് വിത്ത് ദി ഏഞ്ചലിക് കാർഡ്സ്. നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നതും കൂടി നോക്കാം. ആൻഡ് ദെൻ വിൽ എൻഡ് ദ സെഷൻ. നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നോട്ട് ദ റൈറ്റ് ടൈം. ഏഞ്ചൽസ്, peaceful resolution and big happy changes. Okay. So ഇവിടെ ചില മെമ്പേഴ്സ് യു നോ ദാറ്റ് ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്നു. പക്ഷേ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ നിങ്ങളുടെ സെൽഫ് എംപ്ലോയിഡ് വെഞ്ചർ, എന്ത് വെഞ്ചറാണോ നിങ്ങൾ ചെയ്യുന്നത്, അത് ആൾക്കാരോട് പറഞ്ഞിട്ടില്ലായിരിക്കാം. ഡോണ്ട് ടെൽ നൗ. ഓക്കെ, ഇതിപ്പോൾ നല്ല സമയം അല്ല. ഇപ്പം നിങ്ങളുടെ മെയിൻ ഫോക്കസ് നിങ്ങളുടെ സമാധാനത്തിലായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സമാധാനം, നിങ്ങളുടെ സമാധാനം. ദാറ്റ് ഈസ്, നാളെ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവരുത് ദാറ്റ് ആ ആൾ അറിഞ്ഞു ഞാൻ ഇത് ചെയ്യുന്നു, ഇനിയും അതിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി കൊണ്ടുവരുമോ. ഓക്കെ, ദാറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ്. പീസ്ഫുൾ ആയിട്ടിരിക്കൂ. നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അത് വർക്കിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്തിലായിക്കോട്ടെ, ഗോ വിത്ത് ദാറ്റ്. ബിക്കോസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരാൻ പോകുന്നത്. ഓക്കെ, യു വിൽ ബി വെരി വെരി ഹാപ്പി. റെയിൻബോ കളേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിങ്. ആണ് വെരി ബ്യൂട്ടിഫുൾ റീഡിങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഐ ഫീൽ ഇപ്പോൾ ഏറെ മെസ്സേജസ് എനിക്ക് കിട്ടാറുണ്ട്. ഓക്കെ, ആൻഡ് മെസ്സേജസിലൊക്കെ പലപ്പോഴും പല ഇമോഷണൽ സ്ട്രെസ്സിലൂടെ പോയ മെമ്പേഴ്സിൻ്റെ മെസ്സേജസാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് വൈ ഇന്ന് ഞാൻ ഈ ഒരു സെഷൻ കൊണ്ടുവന്നത്, ഈ ഒരു റീഡിങ് കൊണ്ടുവന്നത്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഓവറോൾ എല്ലാവർക്കും നല്ലൊരു ടൈം തന്നെയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക, പറയേണ്ടത് മാത്രം പറയുക. ഓക്കെ, എല്ലാവരെയും വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ വർക്ക്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ സുരക്ഷത കൊടുക്കുക. എന്നും ഡിവൈൻ എനർജീസുമായിട്ട് വർക്ക് ചെയ്യുക, ഷീൽഡിങ് ചെയ്യുക, ഓറ ഷീൽഡിങ് എപ്പോഴും ചെയ്യുക. സോ ദാറ്റ് ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളുടെ ഓറിക് ഫീൽഡിൽ കയറാൻ പറ്റരുത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക, ലൈക്സ് നൽകുക, ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.